അപ്പോൾ ഇന്ന് എന്താണ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയല്ലോ. ഐ മീൻ ഡേ ഇൻ മൈ ലൈഫ്. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഒരു 6 മണിയായപ്പോൾ അലാറം വെച്ച് എണീറ്റിട്ട് ഇന്ന് എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തീർക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സാരി കൊടുത്തൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പം കുറച്ച് പേര് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സാരി എവിടെ നിന്നാണെന്ന്. ഇതെനിക്ക് ആൻഡ്ലൂംസ് ബൈ ആൻ അയച്ചു തന്ന ഒരു മൊഡാൾ സിൽക്സിൻ്റെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി സാരിയാണ്. അപ്പോൾ ഇന്ന് ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ അജ്മാനിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. എനിക്ക് അജ്മാനിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം അവിടെ ഡേ ടു ഡേ ഉണ്ട്, അവിടെ പ്ലാൻ നഴ്സറി ഉണ്ട്. അത് പറഞ്ഞപ്പോഴാണ് എന്നെ കുറച്ച് നാളായിട്ട് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം, എനിക്ക് ചെറിയൊരു വട്ടുണ്ട്. അതായത് ഇൻഡോർ പ്ലാന്റ്സ് കാണുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഈ ബിന്ദു പണിക്കരുടെ ഒരു അവസ്ഥയാണ്. അത് ഈ പ്രാന്ത് കൂടുതലും അജ്മാനിലേക്ക് പോകുമ്പോഴത്തേക്കാണ്. കാര്യം ഇവിടെ ഡേ ടു ഡേക്ക് അകത്ത് ഒരുപാട് പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. അജ്മാനിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ അങ്ങോട്ട് കരഞ്ഞ് മെഴുകി കാല് പിടിച്ചിട്ടാണ് എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് എങ്ങനെയെങ്കിലും ആ പ്ലാൻ നഴ്സറിയുടെ നട വരെ ഒന്ന് എത്തിക്കുന്നത്. എന്നെ അതിൻ്റെ നടയിൽ കൂടെ ഒന്ന് കൊണ്ടുപോയാൽ മതി പ്ലീസ്. ഞാൻ ഇറങ്ങത്തില്ല, ഞാൻ അതുവഴി ഒന്ന് നോക്കട്ടെ പുതിയ ഏതൊക്കെ കളക്ഷൻസ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവസാനം സാഹി കേട്ടിട്ട് എന്നെ അവിടെ കൊണ്ടിറക്കി. അവിടെ നടന്ന് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഏതാണ്ട് എന്തോ ഒരു സമാധാനമാണ്. വേറെ ഒന്നും വാങ്ങിക്കില്ല എന്ന് കയ്യിലടിച്ച് സത്യം ചെയ്തെങ്കിലും എൻ്റെ മനസ്സിലൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. എനിക്ക് 3 മണി പ്ലാന്റ് മേടിക്കണം. എനിക്കൊരു ബാസ്ക്കറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്, 3 തട്ടുള്ള ഒരു ബാസ്ക്കറ്റ്. ആദ്യം ഞാനിത് സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ കണ്ടപ്പോൾ 15 റംസല്ലേ ഉള്ളൂ, അടിപൊളിയല്ലേ ഈ ബാസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഞാൻ എങ്ങനെയെങ്കിലും വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മണി പ്ലാന്റ് മേടിക്കണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കുക, ഇത് മേടിക്കാതിരുന്നെങ്കിൽ ഈ മണി പ്ലാന്റ് മേടിക്കണ്ടായിരുന്നല്ലോ. എന്നെ കൊണ്ട് പൊറുതി മുട്ടിയ ലക്ഷണമാണ് കാണുന്നത്. എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ.